ഹായ് ഹലോ. അപ്പോൾ വീണ്ടും എൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സാധാരണ ഇങ്ങനെ ഡയലോഗൊന്നും അടിക്കാറില്ലാത്തതല്ലേ, ഇന്ന് ഇത്തിരി ലോങ് വീഡിയോ അല്ലേ, അതുകൊണ്ട് പിന്നെ ഡയലോഗ് അടിക്കാന്ന് കരുതിട്ടോ. ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മുടെ പേൾ ചേച്ചി ഉണ്ടാക്കിയ, അയ്യോ അതിൻ്റെ പേരെന്തായിരുന്നു, സോറി പേര് ഞാൻ മറന്നു കേട്ടോ, മുട്ടച്ചുരുട്ടി കറി അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. അപ്പം അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. എന്നാൽ പിന്നെ ഇന്നതങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി. ഞാനൊരു ദിവസം രാവിലെ അങ്ങ് കണ്ടതാ റെസിപ്പി. എന്നാൽ പിന്നെ ഞാൻ വൈകുന്നേരം തന്നെ അങ്ങ് ഉണ്ടാക്കി കേട്ടോ. എന്തൊക്കെയോ ഞാൻ സംസാരിക്കുന്നതിൽ ഒരു മിസ്മാച്ച് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എനിക്കും തോന്നുന്നുണ്ട്. എന്തേലും ആവട്ടെ, ലോങ് വീഡിയോ ആയതുകൊണ്ട് ഇനിയും കട്ട് ചെയ്ത് ഇനിയും സൗണ്ട് കൊടുക്കാൻ എനിക്ക് വയ്യാട്ടോ, കാരണം ഞാൻ കുറച്ച് മടിച്ചിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പൊക്കെ വേവിക്കാനായിട്ട് സവോളയും അതുപോലെ തക്കാളി ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങ, ഉള്ളി, പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, പിന്നെന്താ കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് അതൊന്ന് നന്നായിട്ട് മൂപ്പിക്കാനും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സവോള നന്നായിട്ടൊന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞ്, അത്ര കുഞ്ഞാക്കിയിട്ടില്ല കേട്ടോ, കാരണം എന്താണ് എൻ്റെ മടി. അതിലോട്ട് കുറച്ച് മുട്ട നന്നായിട്ട് പൊട്ടിച്ച് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിച്ചങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നിങ്ങളെയും പതപ്പിക്കണമല്ലോ, അതിനു വേണ്ടി ഞാൻ മുട്ടയും കൂടി അങ്ങ് പതപ്പിച്ചു. എന്തൊക്കെയല്ലേ ഞാൻ പറയുന്നത്, ഇളക്കി വിട്ട് അങ്ങനെതാ മുട്ട ഞാൻ അങ്ങ് നന്നായിട്ട് ഒഴിച്ചു. പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, മുട്ട ഫുള്ളി കുക്ക്ഡ് ആക്കണോ എങ്ങനെയാ, അതുകൊണ്ട് ഞാൻ 2-3 പ്രാവശ്യം വീഡിയോ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവസാനം ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് പിന്നെ അതങ്ങ് കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഹൗ, എന്തൊരു സമാധാനം, കറക്റ്റ് സൈസിലൊക്കെ കിട്ടിയപ്പോൾ. ഇല്ലെങ്കിൽ നമ്മുടെ കറി കുളായി പോവില്ലേ. അങ്ങനെ അതാ നമ്മുടെ തേങ്ങ സെറ്റ് ചെയ്ത് വെച്ചത് ഞാൻ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒഴിച്ചാട്ടോ അരച്ചത്, കാരണം നന്നായി കുറേ നേരം അരച്ചിട്ട് ഇതങ്ങ് അറിയണില്ല. പിന്നെ ആ പരിപ്പ് നമ്മൾ വേവിച്ച് വെച്ചതിലോട്ട് ഈ അരപ്പങ്ങ് തേച്ച് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തു. അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് ഉപ്പൊക്കെ സെറ്റാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ മുട്ട ഉണ്ടല്ലോ, ആ മുട്ട അങ്ങ് മുറിച്ച് വെച്ചതിലോട്ടങ്ങ് ചേർക്കുക, എന്നിട്ട് അങ്ങ് കഴിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് എൻ്റെ തന്നെ നോക്കി ചെയ്യണമെന്നില്ല കേട്ടോ, കാരണം പേൾ ചേച്ചി ഓൾറെഡി പേൾ ചേച്ചിയുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ ഈ റെസിപ്പി കാണാം. അപ്പം അവിടെ നോക്കി ചെയ്താലും മതി, എവിടെ നോക്കി ചെയ്താലും ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. അടിപൊളി റെസിപ്പി ആയിരുന്നു, എനിക്കും ഇഷ്ടമായി, എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നമുക്ക് നോൺ വെജ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഞാൻ ഇപ്പം കഴിയുമെന്ന് പറഞ്ഞിട്ട് വീഡിയോ കഴിയുന്നില്ലല്ലോ.